ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാറ്റ് ക്ലോ അല്ലെങ്കിൽ മഞ്ഞസുന്ദരി എന്ന് നമ്മൾ വിളിക്കുന്ന ചില പേര് വിളിക്കുന്ന ചെടിയുമായിട്ടാണ്. ക്ലൈംബർ ഇനമാണ്. അപ്പോൾ ദാണ്ടെ നല്ല സുലഭമായ വെയിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൂവിരിക്കുന്ന ചെടിയാണ്. മൊത്തത്തിൽ ഇല കവിഞ്ഞ്, അതായത് ഇല കവർ ചെയ്യുന്ന രീതിയിൽ മഞ്ഞ പരവതാനി പോലെ പിടിക്കുന്ന ഒരു ചെടിയാണ്. ഞാനിവിടെ ചെടിച്ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത്. നല്ലൊരു വലിയൊരു ചെടിച്ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ മണ്ണിലും വെക്കാം. ധാരാളം നല്ല രീതിയിൽ വളർന്ന് പിടിക്കുന്നതാണ്. ഇത് തന്നെ 2 വർഷത്തെ പഴക്കമുള്ള ചെടിയാണ്. 2 വർഷത്തെ പഴക്കേ ആയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ കണ്ടില്ലേ, ഞാനിത് കാർഷെഡിലാണ് പടർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വെയിൽ കിട്ടുന്നില്ല. വെയിലില്ലാത്തതുകൊണ്ടാവാം ഞങ്ങൾക്ക് വലിയ പൂക്കൾ ഉണ്ടായിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെ ആയിട്ടേ പൂവുള്ളൂ. വെയിലുള്ള ഭാഗത്താണ് കുറച്ച് കൂടുതൽ പൂക്കൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനെ പരിപാലിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ചാണകവും വെള്ളവും നല്ല വെയിലും ഉള്ളിടത്താണെങ്കിൽ ഇത് നന്നായിട്ട് സുലഭമായിട്ട് വളർന്ന് പന്തലിച്ച് കയറുന്ന കൂട്ടത്തിൽ വേറെ ചെടികളൊന്നും വെക്കരുത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഒരു നെഗറ്റീവ് പോയിന്റ് ഉള്ളത് അതാണ്. ഇതിൻ്റെ പൂക്കൾ എന്ത് രസമാണ് കാണുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല മഞ്ഞ പൂക്കളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് ചെടികൾ ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കാറ്റ് ക്ലോ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ സ്ഥാനം കൊടുക്കണം എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത